കെ.സി. വേണുഗോപാലിന് തന്നെയാണ് അന്തിമവട്ട ചർച്ചകളിലും മുൻതൂക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രഖ്യാപനത്തിനോട് ഏതാണ്ട് അടുക്കുന്ന സമയത്തും കെ.സി. വേണുഗോപാൽ തന്നെയാണ് മുമ്പിൽ. ഹൈക്കമാൻഡ് പ്രിഫർ ചെയ്യുന്നത് കെ.സി. വേണുഗോപാലിനെ തന്നെയാണ് എന്നുള്ള ശക്തമായ സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ തന്നെ അവർക്ക് അവരുടെ മുഖ്യമന്ത്രി ആരാകും എന്ന് തീരുമാനിക്കാം എന്ന് ഘടകകക്ഷികളും ഏതാണ്ട് ഹൈക്കമാൻഡിനെ അവരുടെ നിലപാട് അറിയിച്ചു. ലീഗ് ഒന്നും തന്നെ വലിയ പ്രതിഷേധം ഉയർത്തില്ല. അപ്പോൾ വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഇപ്പോൾ ഏകദേശം കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. അവസാന തീരുമാനവും കെ.സി. വേണുഗോപാലിന് അനുകൂലം തന്നെയാണ്. വി.ഡി. സതീശൻ എന്ന ആ ഒരു ജനവികാരം അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കുന്ന കോൺഗ്രസ് എന്താണ് ജനങ്ങളെ എന്ത് വിലയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. എന്തൊക്കെയാണെങ്കിലും കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഇന്നോ നാളെയോ അധികാരമേക്കും. ഇന്നിപ്പോൾ മെയ് 11 ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ 12 രാവിലെ കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേക്കുന്നതായിരിക്കും. വി.ഡി. സതീശന് ആ ഒരു സ്ഥാനമില്ല. ഭൂരിഭാഗം എം.എൽ.എമാരും അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം ലീഗും ഇപ്പോൾ വലിയൊരു പ്രശ്നം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നതിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് നേതാക്കളും പറയുന്നത്. അപ്പോൾ വി.ഡി. സതീശനിലേക്കുള്ള ആ ഒരു ഏറ്റവും അവസാനം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ഹൈക്കമാൻഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഇത്രയും വലിയൊരു ജനവികാരം കോൺഗ്രസ് കുറച്ചെങ്കിലും ഉള്ളുകൊണ്ട് കാണും എന്നുള്ള രീതിയിൽ. പക്ഷേ അതുണ്ടായില്ല. ഇപ്പം കെ.സി. വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കാനാണ് ഈ പറയുന്ന കോൺഗ്രസ് ക്യാബിനറ്റിന്റെ അവസാന തീരുമാനം എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം തന്നെയാണ്. ഇന്നലെ വി.ഡി. സതീശൻ സാറിനെ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് പങ്കെടുത്ത എല്ലാവരും ഒരുപോലെ വി.ഡി. സതീശനോട് ചോദിച്ചൊരു കാര്യമാണ്, സാറേ മുഖ്യമന്ത്രിയായിട്ട് വരുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ താല്പര്യങ്ങളാണ്, നമുക്കതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു സങ്കടത്തോടു കൂടിയാണ് അതിന് ഉത്തരം പറഞ്ഞത്. അപ്പം തന്നെ അവിടെ നിന്നവർക്കൊക്കെ കാര്യം ഏകദേശം മനസ്സിലായി. ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശൻ സാറിനില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും കൺഫേം ആക്കിയിട്ടില്ല. പക്ഷേ അവസാന തീരുമാനങ്ങളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അവസാന തീരുമാനങ്ങളും രാഹുൽ ഗാന്ധിയും എല്ലാവരും കെ.സി. വേണുഗോപാലിന് ഒപ്പം തന്നെയാണ്. ഇനിയിപ്പോൾ കെ.സി. വേണുഗോപാൽ ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനാരോഹണമേക്കും. അതിനുശേഷം ഈ പറയുന്ന ഒരു ബൈ ഇലക്ഷൻ ഉണ്ടാവും. ആ ഒരു ബൈ ഇലക്ഷനിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കേരളത്തിൽ കെ.സി. വേണുഗോപാൽ ഇലക്ഷന് നിൽക്കും. അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാം. തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി അപ്പോൾ വി.ഡി. സതീശൻ സാറിനോ ഈ പറയുന്ന രമേശ് ചെന്നിത്തലക്കോ ഒരവസരം കിട്ടുമായിരിക്കും. അപ്പോൾ കെ.സി. വേണുഗോപാലിന്റെ വിജയത്തിനെ ആസ്പദമാക്കിയിരിക്കും ഇനി മുന്നോട്ടുള്ള യു.ഡി.എഫിന്റെ പോക്ക്. അതുപോലെ തന്നെ ഒരു എം.പി സീറ്റ് നഷ്ടപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതായത് ആലപ്പുഴ എം.പി ആണ് കെ.സി. വേണുഗോപാൽ. അവിടെ എം.പി സ്ഥാനം രാജിവെച്ചിട്ട് വേണം എം.എൽ.എ ഇലക്ഷന് നിൽക്കാനായിട്ട്. അപ്പോൾ എം.പിക്ക് ഒരു ഇലക്ഷൻ അവിടെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു എം.പി സീറ്റ് ശോഭാ സുരേന്ദ്രൻ തട്ടിയെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലും ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഈ പറയുന്ന കെ.സി. വേണുഗോപാൽ ഇപ്പോൾ എം.പി സ്ഥാനം രാജിവെച്ച് എം.എൽ.എ ഇലക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിൽ നിൽക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിലെ യു.ഡി.എഫ് നേതാക്കൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കെ.സി. വേണുഗോപാൽ ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടിക്കും എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും യു.ഡി.എഫിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വലിയൊരു മാനക്കേടായിട്ട് മാറും. എന്തൊക്കെയാണെങ്കിലും വി.ഡി. സതീശൻ എന്ന പേര് ഏകദേശം അസ്തമിച്ചു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ.സി. വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ വാർത്തയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, അവസാന സമയത്ത് ജനവികാരം മനസ്സിലാക്കി യു.ഡി.എഫ് ക്യാബിനറ്റ് എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന്. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷനായിട്ട് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണലി എൻ്റെയും അഭിപ്രായം ഈ പറയുന്ന വി.ഡി. സതീശൻ സാറ് തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ അയാൾ പണിയെടുത്തില്ലേടാ. പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും നല്ല രീതിയിൽ ഇതുവരെയും കിട്ടാത്തൊരു വിജയത്തിലേക്ക് എത്തിച്ചില്ലേ യു.ഡി.എഫിനെ. അപ്പോൾ പിന്നെ അത് അദ്ദേഹത്തിന് തന്നെ കൊടുക്കണ്ടേ? അതല്ലൊരു മാന്യത. അതില്ല എന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു സങ്കടം തോന്നി. എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്